ഇതെന്തിനാ മുറിച്ചിട്ടേന്ന് വെച്ചാൽ ബ്രേക്ക് ജോയിന്റ് വേണം. ബ്രേക്ക് ജോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ബ്രേക്ക് ജോയിന്റ്. കാരണം ഒരിക്കലും നിങ്ങൾ കണ്ട ഈ ജോയിന്റിന്റെ അവിടെ വരാൻ പാടില്ല. ആ ജോയിന്റിന്റെ പകുതിയിൽ അടുത്തോളം ഈ ജോയിന്റിന് നേരെ ജോയിന്റ് ഒരിക്കലും വരരുതിട്ടോ. ഇതിന്റെ നേരെ ജോയിന്റ് ചെയ്യായിരുന്നു ബ്രേക്ക് അല്ലെങ്കിൽ മരത്തിന്റെ ലുക്ക് ഉണ്ടാവില്ല. ഈ ജോയിന്റിൽ നേരെ വരരുത്, അതുകൊണ്ടാണ് മുറിച്ചിട്ടിരിക്കണം. അടുത്ത പീസ് ഇവിടെ വരെ എത്തും. അപ്പോൾ എന്തായാലും ലുക്ക് വേറെ ആയിരിക്കും, മിക്സബിൾ ആയിരിക്കും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ബോക്സിൽ ഒരേ ഡിസൈൻ ആയിരിക്കില്ല, പല ഡിസൈൻ ആയിരിക്കും. എന്നാലാണ് നമുക്ക് നാച്ചുറൽ ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ഒരേ പഴയ കാലത്ത് പോലെ ഒരേ പെയിന്റ് അടിച്ച പോലെ ലുക്ക് അല്ല ഉദ്ദേശിക്കുന്നത്. പല കളർ ഉണ്ടാവും. ഒറ്റ ദിവസം കൊണ്ട് വീടിന്റെ പണി തീർക്കാം. പഴയ വീടായിക്കോട്ടെ, പുതിയ വീടായിക്കോട്ടെ, മാർബിൾ ഫ്ലോർ ആയിട്ടെ, മുസൈക് ഫ്ലോർ ആയിട്ട്, എന്തായിക്കോട്ടെ, നിങ്ങൾ വെറുതെ ജസ്റ്റ് പശ വെച്ചിട്ട് ഇതാണ്ട് ഒട്ടിച്ചാൽ നിങ്ങൾ ഡോർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ ദിവസം കൊണ്ട് വീട് പണി തീർക്കാം. ഒറ്റ ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട. SPC ഫ്ലെക്സിബിൾ ടൈൽസ് ആണ്. ഇതിന്റെ ഗുണങ്ങളാ അനവധിയാണ്. സ്ക്രാച്ചസ് വീഴില്ല, ചെതൽ പിടിക്കില്ല, വെള്ളം കൊണ്ടാലും ചീർത്തു പോകില്ല, കുട്ടികൾ ഓടിക്കളിച്ചാലും വീണാലും ഒന്നും പറ്റില്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഫ്ലോറിംഗ് വർക്ക് തീർക്കാവുന്ന, പൊടിയുടെ ശല്യമില്ല, കട്ടിങ്ങിന്റെ സൗണ്ടുകളില്ല, എന്ന് വേണ്ട അനവധി ഗുണങ്ങളുള്ള ഒരു അടിപൊളി ടൈലാ. വിനൈൽ ഷീറ്റ് അല്ലാതെ, വിനൈൽ ഷീറ്റ് എപ്പോഴും നമ്മൾ 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ കളർ പോവും. ഇത് 5 വർഷം കളർ പോവാത്ത ഗ്യാരണ്ടി കൂടി തരുന്ന പ്രൊഡക്റ്റാണ്.